மூணாறில் ஆதிவாசி மாணவர்களை விடுதியின் ஊழியர் தாக்கி காயப்படுத்தியதாக புகார் எழுந்துள்ளது. மூணார் MRS பள்ளிக்கூட விடுதியில் 5 மாணவர்கள் காயமடைந்துள்ளனர். பள்ளிக்கூட அதிகாரிகளின் புகாரின் அடிப்படையில் விடுதி ஊழியரான சத்தாருக்கு எதிராக வழக்கு பதிவு செய்து காவலர்கள் கஸ்டடியில் எடுத்தனர். கடந்த தினம்தான் வடக்கின் பாகமாக உள்ள சம்பவம் நடந்தது. விடுதியில் சில மாணவர்கள் மது அருந்தியதாக புகார் எழுந்தது. இதைத் தொடர்ந்து 8ஆம் வகுப்பு மாணவர்களான 5 பேரை விடுதியில் வாட்சரான சத்தார் அறைக்குள் சென்று தாக்கியதாக புகார் எழுந்துள்ளது. 9 മണിയൊക്കെ തന്നു ബൂസ്റ്റ് കുടിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങി. അലമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ താഴ്ന്ന പ്ലസ് വൺകാർ വന്നിട്ട് അലമ്പുണ്ടാക്കരുത് എന്ന് പറഞ്ഞു. ഞങ്ങൾ അലമ്പുണ്ടാക്കാതെ കിടന്ന് കുറേ നേരം കഴിഞ്ഞിട്ട് വേറെ ആരും ചെന്ന് പറഞ്ഞു വെച്ച് സത്താറായിട്ട് മുകളിലോട്ട് കയറി വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ വഴക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നേരെ താഴത്തുള്ള സിക്ക് റൂമിലോട്ട് കൊണ്ടുപോയിട്ട് വെള്ളമൊക്കെ കുറേ നേരം ഒഴിച്ച് കഴിഞ്ഞ് അമ്മയ്ക്കും അച്ഛനൊക്കെ ചീത്ത വർത്തമാനമൊക്കെ പറഞ്ഞ് തല്ലുകയൊക്കെ ചെയ്തായിരുന്നു. കൈവച്ചും പിടിവെച്ചു. അനിരുദ്ധ് ഞാൻ. നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്. പച്ചവെള്ളമാണോ വെച്ചത്? പച്ചവെള്ളം മേത്ത് വെച്ചിട്ട് പടി വെച്ചടിച്ചു. പാട് വല്ലതുണ്ടാവും? പാട് ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയൊക്കെ ഒത്തിരി രാത്രിയായിരുന്നു. தாக்கப்பட்ட தகவலை மாணவர்கள் பள்ளிக்கூட அதிகாரிகளை அறிவித்தனர். വൈകുന്നേരം ഞാൻ അടിമാലി നിൽക്കുമ്പോൾ ഇവിടെ കൗൺസിലിംഗ് നടത്തുന്ന ഒരു സാറ് വിളിച്ചു പറഞ്ഞു, ഇവിടെ ഹോസ്റ്റലിൽ പിള്ളേർ മദ്യപിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് ഒരു സ്റ്റാഫ് തല്ലി കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസുകാരെ കൂടെ വന്നെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു രാവിലെ വരാമെന്ന് മാത്രമേ പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സ്റ്റാഫ് ഈ പിള്ളേരെ തല്ലിയെന്നുള്ള കാര്യവും അവരുടെ പാടുണ്ടെന്നും പറഞ്ഞത്. பள்ளிக்கூட அதிகாரிகள் தகவல் தெரிவித்ததை தொடர்ந்து காவலர்கள் வழக்கு பதிவு செய்தனர். பரிசோதனையில் சிறுவர்களின் உடலில் காயங்களும் கண்டுபிடிக்கப்பட்டது. வாட்சரான சத்தாரை மூணார் காவலர்கள் கஸ்டடியில் எடுத்தனர். மூணார் DYSPயின் தலைமையில் விசாரணை நடத்தப்படுகிறது. விளக்கமான விசாரணைக்கு பின்பு மேல் நடவடிக்கைகள் எடுக்கப்படும். நியூஸ் பியூரோ, மூணார்.